അറിയിച്ച കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ ഏവൻഗേലിയോൻ 13-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം കരുതാത്തിടത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചുകൊള്ളട്ടെ. യൂദയായിലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പലായനം ചെയ്യട്ടെ. പുരമുകളിൽ ഇരിക്കുന്നവർ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കുകയോ അരുത്. വയലിലായിരിക്കുന്നവൻ മേലേക്ക് എടുക്കാൻ പിന്തിരിയരുത്. ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം. ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭം മുതൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ദിവസങ്ങളിൽ ഉണ്ടാകും. കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നുവെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി. ഇതാ ക്രിസ്തു ഇവിടെ, അതാ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത്. കാരണം കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിയെത്തിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. നിങ്ങൾ ജാഗരൂകരായിരിക്കണം. എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ദൈവത്താൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്നവരെ, സ്ലീബാ കാലത്തിലൂടെയാണ് നാം കടന്നു പോവുക. നമ്മുടെ ആരാധന ക്രമവത്സരത്തിന്റെ അവസാനത്തെ കാലഘട്ടമാണ് സ്ലീബാ കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ പ്രത്യേകമാം വിധം നാം ധ്യാനിക്കുക നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ രണ്ടാം വരവും ലോകാവസാനം എന്ന വിഷയങ്ങളെ പറ്റിയാണ് നാം ധ്യാനിക്കുക. ഇതിനോട് ചേർത്താണ് ഇന്നത്തെ സുവിശേഷ ഭാഗം സഭാമാതാവ് നമുക്ക് നൽകുക. വിശുദ്ധ മർക്കോസ് അറിയിച്ച കർത്താവായ യേശുമിശിഹായുടെ പരിശുദ്ധ എവൻഗേലിയോൻ 13-ാം അധ്യായം 14 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം മുഴുവനും ഈ ഒരു ചിന്തയാണ് നമ്മുടെ മുമ്പിൽ പങ്കുവെക്കുക. 13-ാം അധ്യായം ആരംഭിക്കുമ്പോൾ ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ചുള്ള പ്രവചനമാണ്. എന്ന് വെച്ചാൽ ദേവാലയം എപ്പോഴും ലോകത്തിന്റെ ഒരു പ്രതീകം അല്ലെങ്കിൽ മിനിയേച്ചർ ആയിട്ടാണ് സുവിശേഷർ എപ്പോഴും കാണുക. അപ്പോൾ ദേവാലയം നശിക്കുന്നു, വേദനകളുടെ ആരംഭം. ഇത് നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ചയും വായിച്ചു കേട്ട സുവിശേഷ ഭാഗമാണ്. വേദനകൾ ആരംഭിക്കുന്നു, ഒത്തിരിയധികം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഇത് ഈറ്റിനോവിന്റെ ആരംഭം മാത്രമാണ്. കർത്താവായ യേശുമിശിഹ നമ്മളെ പഠിപ്പിക്കുന്നു. വീണ്ടും ഭീകര ദുരിതങ്ങളുടെ കാലം. ഇത് ലോക അവസാനം എന്ന രീതിയിലുള്ള ഒരു ചിന്തയാണ്. അത് കഴിയുമ്പോൾ മനുഷ്യപുത്രന്റെ ആഗമനം. അപ്പോൾ ഈ 3 പ്രധാനപ്പെട്ട ചിന്തകളാണ് എപ്പോഴും ഈ ഒരു അന്ത്യവേളയോട് ചേർത്ത് വെച്ച് വായിക്കപ്പെടുന്നത്. ഒന്ന്, ദേവാലയത്തിന്റെ നാശം, ദേവാലയം തകർക്കപ്പെടുന്നു, ചരിത്രപരമായ ശരിയായ കാര്യമാണ്. അത് കഴിയുമ്പോൾ ഉള്ള ലോകാവസാനം, അത് കഴിയുമ്പോൾ കർത്താവായ യേശുമിശിഹായുടെ രണ്ടാം ആഗമനം. ഈ 13-ാം അധ്യായം തീരുക സദാ ജാഗരൂകരായിരിക്കുവിൻ എന്ന് പറഞ്ഞുള്ള കർത്താവായ യേശുമിശിഹായുടെ ഒരു വിജിലന്റ് ആയിരിക്കാനുള്ള ഒരു ചിന്തയും കൂടെ പറഞ്ഞാണ് ഈ സുവിശേഷ ഭാഗം അവസാനിക്കുക. ഈ ഒരു സുവിശേഷ ഭാഗത്തിന്റെ ചരിത്രപരമായ പശ്ചാത്തലങ്ങളുണ്ട്, പ്രവാചകന്മാരുടെ പ്രവചനങ്ങളുണ്ട്. അതിന്റെ ഒരു ഡീറ്റെയിലേക്ക് കടന്നു പോകുന്നില്ല. മറിച്ച് കോണ്ടെക്സ്റ്റുവലായിട്ട് നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് എടുക്കാൻ സാധ്യതയുള്ള 1-2 ചിന്തകൾ മാത്രം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ലോകാവസാനമായിരിക്കുമ്പോൾ 3 തരത്തിലുള്ള ഡീജനറേഷൻ സംഭവിക്കുമെന്നാണ് കർത്താവായ യേശുമിശിഹ നമ്മളെ പഠിപ്പിക്കുക. 3 തരത്തിലുള്ള ഡീജനറേഷൻ അല്ലെങ്കിൽ ഡിസിന്റഗ്രേഷൻ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. ഒന്നാമത്തത് അത് ഒരു സ്പിരിച്വൽ ഡീജനറേഷൻ ആണ്, ഒരു ആധ്യാത്മികമായ ഡീജനറേഷൻ. അതാണ് ഈ സുവിശേഷ ഭാഗം പറഞ്ഞ് ആരംഭിക്കുക. വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം ഇടത്ത് നിൽക്കുന്നത് നിങ്ങൾ കാണും. അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലങ്ങളിൽ നിൽക്കുന്നത് നിങ്ങൾ കാണും. അത് തന്നെ വീണ്ടും ഈ ഇന്നത്തെ ഭാഗത്ത് അവസാനമായിട്ട് വരുമ്പോൾ 22-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ കള്ളക്രിസ്തുമാരും വ്യാജപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും. സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിയെത്തിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും. എന്ന് വെച്ചാൽ നമ്മളെ സ്പിരിച്വൽ ആയിട്ട് വഴിയെത്തിക്കാൻ വേണ്ടി കുറെ പേര് നമ്മുടെ ഇടയിൽ ഉണ്ടാകും. വിശ്വാസികൾ വിശ്വാസം വിട്ട് അകന്നു പോകും, കൂട്ടം വിട്ടു പോകും. അപ്പൊ ഒന്നാമത്തെ ലക്ഷണം കർത്താവായ യേശുമിശിഹ വരുന്നു എന്ന് പറയുമ്പോൾ അത് സ്പിരിച്വൽ ഡീജനറേഷൻ ആണ്. രണ്ടാമത്തെ ലക്ഷണം ഒരു മോറൽ ഡീജനറേഷൻ ആണ്, നമ്മുടെ ധാർമ്മികമായ ഒരു ഡീജനറേഷൻ. അത് പറയുമ്പോൾ കർത്താവ് പറയും യുദ്ധങ്ങൾ ഉണ്ടാകും, ജനങ്ങൾക്കെതിരായി തീരും, കുടുംബത്തിൽ സമാധാനമില്ലാതെയായി തീരും. അത് വിശ്വാസികളായാലും അവിശ്വാസികളായാലും എല്ലാ കുടുംബങ്ങളിലും ബഹളം ഉണ്ടാകും, സ്നേഹമില്ലാതായി തീരും, അടിയും വഴക്കും ഉണ്ടാകും. ഒരു കൈൻഡ് ഓഫ് മോറൽ ഡീജനറേഷൻ, അസത്യം പടരും.
ഒരു മോഡേൺ ഡീജനറേഷൻ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. മൂന്നാമത്തെ കാര്യമാണ് നാച്ചുറൽ കലാമിറ്റി. ക്ഷാമം ഉണ്ടാകും, ഭൂകമ്പം ഉണ്ടാകും, കൊറോണ ഉണ്ടാകും എന്നൊക്കെ പറയുന്ന ഒരു നാച്ചുറൽ കലാമിറ്റിയുടെ ഒരു സ്റ്റേജും കൂടെ ഉണ്ട്. പക്ഷെ ഇതെല്ലാം കർത്താവ് പറയുമ്പോഴും കർത്താവ് പറയുന്നത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം ഒരു വിശ്വാസിക്ക് കർത്താവായ യേശു മിശിഹായുടെ ആഗമനം ഒരു ഭയമല്ല ഉളവാക്കുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾ ഓർത്തുകൊള്ളുക, കർത്താവായ യേശു മിശിഹായിൽ വിശ്വസിക്കുന്ന ഞാനും നിങ്ങളും ഉൾപ്പെടെ ഉള്ളവര് ഓർത്തുകൊള്ളുക, ഇത് ഈറ്റുനോവിന്റെ ആരംഭം മാത്രമാണ്. വളരെ മനോഹരമായിട്ടാണ് ഈറ്റുനോവിന്റെ ഒരു സിമിലി കർത്താവ് ഉപയോഗിക്കുക. ഈറ്റുനോവ് അനുഭവിക്കുന്ന അമ്മമാർക്കറിയാം, ഈറ്റുനോവിന്റെ ആരംഭം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ അസഹനീയമായ വേദനയാണ് പ്രസവ വേദന. അതിന്റെ ആരംഭം മാത്രമാണ്. സ്റ്റേജ് ബൈ സ്റ്റേജിലാണ് ഈ വേദന കൂടുതലാവുക. അപ്പോൾ ഇതൊരു ഫസ്റ്റ് സ്റ്റേജ് മാത്രമാണ്. ഇനിയും അങ്ങോട്ട് വലിയ വേദനകൾ വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വിശ്വാസിക്ക് ഇതെല്ലാം ഒരു അടയാളമാണ്. നമുക്ക് ചുറ്റും സ്പിരിച്വൽ ഡീജനറേഷൻ സംഭവിക്കുമ്പോൾ, മോറൽ ഡീജനറേഷൻ സംഭവിക്കുമ്പോൾ, നാച്ചുറൽ കലാമിറ്റി സംഭവിക്കുമ്പോൾ നമ്മൾ കരഞ്ഞു വിളിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് നമുക്കിതൊരു അടയാളം മാത്രമാണ്. കർത്താവ് വരാനുള്ള സമയമാകുന്നുണ്ട്, അതിന്റെ ആരംഭമാണ് ഇതെന്നുള്ള ഒരു ചിന്ത. എപ്പോഴും ഭയത്തോടുകൂടി പലപ്പോഴും നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ രണ്ടാമത്തെ വരവിനെ കാണും. പക്ഷെ അതിന്റെ ഒരു ആവശ്യം നമുക്കില്ല. മറിച്ച് അതൊരു സന്തോഷത്തിന്റെ ദിവസമാണ്. കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ഒരു പ്രത്യാശയുടെയും സന്തോഷത്തിന്റെയും ദിവസമാണ് കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനം. അപ്പോൾ കൊറോണ ഉണ്ടായി, നാച്ചുറൽ കലാമിറ്റി ഉണ്ടായി, നമ്മൾ കരയേണ്ട ആവശ്യമില്ല, മറിച്ച് സന്തോഷിക്കേണ്ട ഒരു അവസരമാണ്. എന്റെ കർത്താവിന്റെ ആഗമനത്തോട് നമ്മൾ അടുക്കുകയാണ്. പ്രാർത്ഥിക്കണം, ദുഃഖം വേണം, പക്ഷെ അത് നിരാശയിലേക്ക് പോകുന്ന ദുഃഖമല്ല. മറിച്ച് എന്റെ കർത്താവിന്റെ രണ്ടാമത്തെ ആഗമനത്തിന് വേണ്ടി ഞാൻ ആത്മാവും ശരീരവുമായിട്ട് ഒരുങ്ങാൻ തുടങ്ങുകയാണ്. എന്റെ ഒരുക്കം എവിടെ വരെ ആയി എന്നുള്ള ഒരു വിജിലൻസ് നമുക്കുണ്ടായി. അതാ കർത്താവ് ഈ സുവിശേഷ ഭാഗം പറഞ്ഞ് അവസാനിക്കുക, നിങ്ങൾ ജാഗരൂകരായിരിക്കുമെന്ന്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഈ അടയാളങ്ങൾ വിശ്വാസികളായ നമ്മളോട് നേരത്തെ കർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ വിശ്വാസികൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. എന്റെ കുടുംബത്തിൽ ഈ ഡീജനറേഷൻ സംഭവിക്കുന്നുണ്ടോ? എന്റെ കുടുംബത്തിൽ ഒരു സ്പിരിച്വൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ? ഒരു മോറൽ ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളുക. എന്റെ ചുറ്റും എന്റെ പള്ളിയില് സ്പിരിച്വലായ ഡീജനറേഷൻ സംഭവിക്കുന്നുണ്ടോ? ഒരു മോറൽ ഡീജനറേഷൻ സംഭവിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. എന്റെ ചുറ്റുവട്ടത്ത് നാച്ചുറൽ കലാമിറ്റീസ് ഉണ്ടാകുന്നുണ്ടോ? എങ്കിൽ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല, മറിച്ച് പ്രാർത്ഥനയിൽ ശക്തിപ്പെടുക. അത് നമ്മളെ വിജിലന്റ് ആക്കുക, നമ്മുടെ സ്വന്തം ജീവിതത്തെ അവലോകനം ചെയ്യുക. അതോടൊപ്പം തന്നെ കർത്താവായ യേശു മിശിഹായുടെ രണ്ടാമത്തെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുക. കർത്താവ് വരുമ്പോൾ കർത്താവിൽ വിശ്വസിക്കുന്ന മണവാളൻ നമ്മളെ ചേർത്ത് പിടിക്കുക ചെയ്യുക. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 24 മുഴുവനും ഈ യുദ്ധങ്ങളെ പറ്റിയും ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞ് 25-ാമത്തെ അധ്യായം ആരംഭിക്കുക 10 കന്യകമാരുടെ ഉപമ പറഞ്ഞുകൊണ്ടാണ്. മണവാളൻ വന്ന് മണവാട്ടിയെ സ്വന്തമാക്കുന്ന ഒരു രംഗമാണ് രണ്ടാമത്തെ വരവ്. നമ്മൾ ആ 5 ബുദ്ധിമതികളായ കന്യകമാരെ പോലെ കർത്താവ് വരുമ്പോൾ അവന്റെ കൂടെ അവന്റെ മണവറയിൽ പ്രവേശിപ്പാൻ തക്ക വിധത്തില് ജാഗരൂകരാണോ, അവന്റെ കൂടെ അവന്റെ മണവറയിൽ പ്രവേശിപ്പാൻ തക്ക വിധത്തിൽ ഒരുക്കമുള്ളവരാണോ എന്നുള്ള കാര്യത്തില് ഒന്ന് വിചിന്തനം ചെയ്യുക. അപ്പോൾ ഈ ഒരു സുവിശേഷ ഭാഗത്തില് ഈ ഒരു ദിവസങ്ങളില് ഈ ഒരു ചിന്ത നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ.